ശ്ലോകം 7. വിനിഘ്നതിത്വയ്യത ജംബുഗൗഹം. അങ്ങനെ ജംബുകങ്ങളുടെ കൂട്ടം, കുറുക്കന്മാരുടെ കൂട്ടം ഭഗവാനാൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ വിനിഘ്നതി ത്വയ്യത ജംബുഗൗഹം സനാമകത്വാത് വരുണസ്വദാനീം. വരുണൻ, ജലപതിയായിരിക്കുന്ന വരുണൻ, അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, ജംബുകൻ. ആ ജംബുകൻ എന്ന പേര് ഉള്ളതുകൊണ്ട് ജംബുകന്മാരെയെല്ലാം ഭഗവാൻ വധിച്ചു, അവ താനും അതിൽപ്പെടുവോ എന്നുള്ള ഭയം. അതാണ് സനാമകത്വാത്. യോ, എനിക്കും ആ പേരാണല്ലോ, അപ്പോൾ ഞാനും വധിക്കപ്പെടുമോ എന്നുള്ളതായ ഭയം. ഭയാകുലോ, എന്തെന്നില്ലാത്ത ഭയം കൊണ്ട് ആകുലനായി എന്തു ചെയ്തു? ജംബുകനാമധേയം. ജംബുകൻ എന്നുള്ളതായ പേരിന് അതെങ്ങനെയുള്ളതാണ്? ശ്രുതി പ്രസിദ്ധം, വേദത്തിൽ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതാണ് ആ വേദത്തിൽ പ്രസിദ്ധമായിട്ടുള്ള, അപ്പോൾ ശ്രുതിയാണ് ഇവിടെ ശ്രേഷ്ഠാർത്ഥം. വേദത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ആ ജംബുകൻ വരുണൻ എന്നുള്ളതായ അർത്ഥത്തിന് ശ്രുതി, കേൾവിയിൽ മാത്രം. ശ്രുതി ശബ്ദത്തിൻ്റെ ശ്രേഷ്ഠാർത്ഥം. ശ്രുതി ആദ്യത്തെ അർത്ഥം വേദം, രണ്ടാമത്തെ അർത്ഥം കേൾവി, കേൾവിയിൽ മാത്രം. ആ വരുണന് ഇങ്ങനെ ഒരു പേരുണ്ട്, അത്രയേ ഉള്ളൂ. കേൾക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അതാണ് അപ്പോൾ ശ്രുതിയുടെ ശ്രേഷ്ഠാർത്ഥം. പിന്നെയോ ജംബുകൻ്റെ ശ്രേഷ്ഠാർത്ഥം. ജംബുകൻ കുറുക്കൻ ഒരർത്ഥം, വരുണൻ രണ്ടാമത്തെ അർത്ഥം. അങ്ങനെ രണ്ട് ശ്രേഷ്ഠാർത്ഥമാണ് അതിലുള്ളത്. ജംബുകന്മാരെ ഭഗവാൻ വധിക്കുന്നു. അപ്പോൾ ജംബുകനായ താനും വധിക്കപ്പെടുമോ എന്നുള്ളതായ ഭയം മൂലം ദുഃഖിതനായി, ഭയാകുലഹ. ആ ജംബുനാമധേയത്തിനെ പുറത്തേക്ക് വിട്ടില്ല എന്നർത്ഥം. അത് ശ്രുതിയിൽ മാത്രം വെച്ചു, കേൾവിയിൽ മാത്രം വെച്ചു. തൻ്റെ ആ രൂപത്തിന്, ആ ജംബുകൻ്റെ രൂപത്തിനെ ആരും കണ്ടില്ല എന്നർത്ഥം. ജംബുകന്മാർ കഴുതുകളാണെന്നും കൂടി വേറെ ഏതോ പുസ്തകത്തിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ ഭട്ടവാദമുനി പറഞ്ഞ പോലെ തന്നെ കുറുക്കന്മാരായിട്ട് എടുക്കാം. ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇവർക്ക് എന്ത് രൂപം വേണോ എടുക്കാൻ സാധിക്കും. രൂപം മാറ്റാൻ സാധിക്കും. ആ മായ അത് ദേവന്മാർക്കും ഉണ്ട്, അസുരന്മാർക്കും ഉണ്ട്. പക്ഷേ ദേവന്മാരിലും അസുരന്മാരിലുമൊക്കെ ഉള്ളതായ ആ ശക്തിയെ നിയന്ത്രിക്കുന്നത് ഭഗവാൻ വിഷ്ണു. ആ വൈഷ്ണവി മായയെ ആർക്കും നിയന്ത്രിക്കാൻ സാധ്യമല്ല. എല്ലാ മായകളിലും വെച്ച് ശ്രേഷ്ഠം വൈഷ്ണവി മായ.